ഹലോ. അപ്പോൾ എങ്ങനെ മെഹന്തി ഇട്ട് പഠിച്ചാലോ? വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ മെസ്സേജ് കണ്ടിരുന്നു, എവിടെ നിങ്ങളെ മെഹന്തി വീഡിയോ എന്ന്. നമുക്ക് മെഹന്തിൻ്റെ പരിപാടി മാത്രമല്ല കേട്ടോ, കുറച്ച് ക്രോഷ്യൻ്റെ വർക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് മെഹന്തി അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച് നിന്നതാണ്. എല്ലാ മെഹന്തിയിലും കാണുന്ന കുറച്ച് സിമ്പിൾ പാറ്റേൺസ് മാത്രം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഒരു ലൈൻ അങ്ങ് വരച്ചെടുക്കുക, എന്നിട്ട് കുറച്ച് ഇലകൾ വരയ്ക്കുക. ഈ ഒരു പാറ്റേണിന് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇലകൾ എന്നൊക്കെ പറയുമ്പോഴല്ലേ പഠിപ്പിക്കണം എനിക്കും പഠിക്കണം നിങ്ങൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇത് സിമ്പിൾ പരിപാടിയാടോ. ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചങ്ങോട്ട് വിടാം. ആദ്യം തന്നെ പ്രസ് ചെയ്യില്ല കേട്ടോ, ഒന്ന് വരച്ച് വന്നിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് വിടാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ലീഫ് കിട്ടും. അടുത്തത് ഹമ്പ്. നമ്മൾ സ്കൂളിൽ ചെറുപ്പത്തിൽ റാ വരച്ച് പഠിച്ചില്ലേ, ആ റാ തന്നെയാണ്. ഇതിന് അത്ര പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ വരച്ച് വരച്ച് പോയാൽ മതി. അടുത്തതും ഒരു ഹമ്പ് തന്നെയാണ്. മറ്റേ ഹമ്പ് പോലെയല്ല കേട്ടോ, ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ അരിമണില്ലേ, അതുപോലുള്ളൊരു ഹമ്പ്. ഇതിന് അത്ര പ്രാക്ടീസിൻ്റെ ആവശ്യമില്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് ബെറ്ററായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അടുത്ത ജിലേബി. ഞാൻ ഇട്ട പേരാട്ടോ ജിലേബി. ഈ പാറ്റേണിന് വേറെ പേരുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെറ്റാക്കി നോക്കാം. ഈ റൗണ്ടിൽ വരച്ചിട്ട് ജിലേബി വരയ്ക്കണ പോലെ തന്നെ റൗണ്ടിൽ അങ്ങനെ വരച്ചിട്ട് നടുവിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാം അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഡോട്ട് ഇട്ടതിൻ്റെ ശേഷം റൗണ്ട് വരച്ചാലും മതി. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു 4 ഡിസൈനിൽ ഏറ്റവും ടഫായിട്ടുള്ളതാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പാറ്റേൺ 3 ഇലകൾ. ഒന്ന് വലിയ ഇല, പിന്നെ 2 സൈഡിൽ 2 ചെറിയ ഇലകൾ. ആദ്യം വരച്ച പോലെ തന്നെയാണ്. ഒന്ന് വരച്ചിട്ട് പ്രസ് ചെയ്ത് വലിച്ചാൽ മതി. ഒരൊറ്റ പ്രാവശ്യം വരച്ചിട്ട് അയ്യോ ശരിയായില്ലല്ലോ അങ്ങനെ പറയരുത്, പ്രാക്ടീസ് വേണം. അപ്പോൾ ഈ ഒരു പാറ്റേണൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ഡിസൈൻ വരച്ചാലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കുഞ്ഞ് ഹാർട്ടൊക്കെ ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഹാർട്ടൊക്കെയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ.